यात्री को लेके जाते जाते रास्ते में वो डेराफू के थोड़ा ऊपर उसका ध्यान हो गया। मैंने पिट्ठू में बिठा के लेके नीचे आके नीचे एम्बुलेंस करके भेज दिया। उसका काठमांडू में आके एक पार्ट पूरा क्या बोलता है पैरालिसिस हो गया। ഓരോ യാത്രയും ഓരോരോ അനുഭവങ്ങളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുക. അത് ഇതിൽ ഞാൻ ഒട്ടുമിക്ക യാത്രകളും ഒരു 90% മുകളിലുള്ള യാത്ര ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോകാറുള്ളത്. ഭഗവാനെ കുറിച്ച് കൂടുതൽ അറിയും തോറും എന്താ തോന്നുന്നത്? പണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഓരോ സ്ട്രെസ്സുകളും ഓരോ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് തകർന്നു പോകാറുണ്ട്. ഇപ്പം അങ്ങനെയാണെന്നില്ല, എന്ത് വന്നാലും നോ ഇഷ്യൂസ്, നോ വറി. क्या है कि कैलाश आया तो हमको काम मिलता है। हमारा शेरपा टीम को जो आप लोगों से काम मिलता है, ये शेरपा टीम को अपना परिवार के लिए थोड़ा कुछ कर सकता है। നമസ്കാരം. കൈലാസ തീർത്ഥത്തിന്റെ 17ാം അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ അധ്യായത്തിന്റെ അവസാനം നമ്മൾ പറഞ്ഞതുപോലെ ഇവിടുന്ന് അങ്ങോട്ടുള്ള അധ്യായങ്ങളിൽ ഞങ്ങളുടെ യാത്രയിൽ ഒപ്പമുണ്ടായിരുന്ന പ്രിയപ്പെട്ടവരുടെ അനുഭവങ്ങളും അഭിമുഖങ്ങളുമാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. അതിലാദ്യമായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ കൈലാസ യാത്രയിൽ ഞങ്ങളുടെ ഏറ്റവും വലിയ കാവലാളും തണലുമായി നിന്ന ഒരു അത്ഭുത മനുഷ്യനെയാണ്. ഹിമാലയത്തിന്റെ മണ്ണിൽ ജനിച്ച് ആ മലനിരകളെ സ്വന്തം വീട് പോലെ സ്നേഹിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട നേപ്പാളി ഗൈഡ്. 1-2 തവണയല്ല, സാക്ഷാൽ കൈലാസ പർവ്വതത്തിന് ചുറ്റും 100-ലധികം പരിക്രമണങ്ങളാണ് അദ്ദേഹം വിജയകരമായി പൂർത്തിയാക്കിയിട്ടുള്ളത്. ആ അപൂർവ അനുഭവ സമ്പത്തുള്ള വ്യക്തിയെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. എനിക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം പരിക്രമണം പൂർത്തിയാക്കാൻ കഴിയാതെ ഞാൻ പകുതിക്ക് വെച്ച് മടങ്ങേണ്ടി വന്ന ആ നിരാശയുടെ നിമിഷത്തിൽ സ്വന്തം ഉത്തരവാദിത്തത്തിൽ ഒരു കുതിരയെ ക്രമീകരിച്ചു തന്ന് ആ പരിക്രമണം വിജയകരമായി പൂർത്തിയാക്കാൻ എന്നെ സഹായിച്ചത് ഇദ്ദേഹത്തിൻ്റെ വലിയ മനസ്സാണ്. ഞങ്ങളുടെ ഈ കൈലാസ പരിക്രമണം ജീവിതത്തിലെ ഏറ്റവും മികച്ച അനുഭവമാക്കി മാറ്റിയതിന് അദ്ദേഹത്തോട് ഹൃദയത്തിൽ തൊട്ട് നന്ദി പറഞ്ഞുകൊണ്ട് മധുചേട്ടൻ അദ്ദേഹവുമായി നടത്തിയ ഒരു മനോഹരമായ അഭിമുഖത്തിലേക്ക് നമുക്ക് പോകാം. So गलजन भाई, आज इस साल का हमारा पहला बैच का यात्रा सफल हुआ. अब ये पूरा करके हम आज गैरोन काउंटी में आया है, गैरोन में आया है. अभी कल तो हम वापस नेपाल चला जाएंगे, उधर से फिर हम इंडिया चला जाएंगे. तो इस साल का यात्रा हमारा बहुत सफल रहा, आपको भी पता है, क्योंकि हमारा 74 पीपल तो पूरा परिक्रमा कर पाए. बहुत बड़ा सक्सेसफुल है. तो ये आपकी मदद के बिना नहीं हो सकता था. आप हमारा पहले भी सालों से हम आपका हमारा टीम लीडर रहा है, हमें लीड किया है, चाइना में भी लीड किया है, नेपाल में भी लीड किया है. तो हम आज हमारा केरला का जो प्रेक्षक को आपका कहानी सुनाना चाहता हूँ. तो आप जो बोलेंगे मैं उनको ट्रांसलेट करने की कोशिश करता हूँ. ഇത് ഗൽജൻ ഭായി ആണ്. ഇദ്ദേഹമായിട്ട് നമുക്ക് കാലങ്ങളായിട്ട് വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്. അദ്ദേഹം നമുക്ക് നേപ്പാളിൽ നിന്ന് ചൈനയിലേക്കുള്ള യാത്രയുടെ കൂടെ എപ്പോഴും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് 9 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ടൂറിനിടയ്ക്ക്, ചൈനീസ് ടൂറിനിടയ്ക്ക് ഇദ്ദേഹം ഉറങ്ങുന്ന പോലും ഇല്ല എന്ന് എനിക്ക് തോന്നാറുണ്ട്. അത്രയേറെ ആക്റ്റീവായിട്ട് അത്രയേറെ വലിയൊരു ടീമിനെ നയിച്ചുകൊണ്ട് അദ്ദേഹം നമ്മുടെ കൂടെ എല്ലായ്പ്പോഴും ഉണ്ടാവാറുണ്ട്. അത്രയേറെ സൗഹൃദത്തോട് കൂടിയിട്ടുണ്ട്. ഒരിക്കലും ദേഷ്യപ്പെട്ട് കണ്ടിട്ടില്ല. എല്ലാ പ്രശ്നങ്ങൾക്കും സഹായിക്കാറുണ്ട്. ഇത്തവണ നമ്മുടെ യാത്ര വളരെ 89 പേരുടെ ഒരു ബാച്ചാണ് പോയത്. അതിൽ 4 പേർക്കും പൂർണ്ണമായ പരിക്രമണയും ബാക്കി 15 പേർക്കും 3 മുഖങ്ങളും കാണാനുള്ള ഭാഗ്യമുണ്ടായി. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഇന്ന് യാത്രയുടെ അവസാന ദിവസമായിട്ട് നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. നാളെ നമ്മളിവിടുന്ന് കാഠ്മണ്ഡുവിലേക്ക് കടന്ന് പിന്നെ മറ്റന്നാൾ നമ്മൾ ഇന്ത്യയിലെത്തുന്നതോടെ ഈ യാത്ര പര്യവസാനിക്കണം. അപ്പോൾ ഗൽജൻ ഭായിയുടെ ജീവിതകഥയിലേക്ക് പോവാണ്. आपके बारे में कुछ मुझे बता दीजिए. आप कैसे ये फील्ड में आया और आपका जन्म कैसे हुआ? आप मेरा जन्म एवरेस्ट रीजन में हुआ है. मैं एवरेस्ट रीजन से हूँ, जो हम सगरमाथा बोलते हैं ना, वो रीजन से है. मेरा जो विलेज, मेरा गांव है, वो 3800 मीटर की ऊंचाई में है. मेरा जन्म वहाँ हुआ है. इसलिए जो हम ये थोड़ा ऊंचाई के जगह पे जो काम करता है, हम थोड़ा आसानी होता है. जैसे अभी हमको कोई प्रॉब्लम नहीं होता है यहाँ पे आने के लिए. कोई ऐसा जैसे माउंटेन सिकनेस का चांसेस कम होता है हमको. इसलिए सबके जो शेरपा लोग बोलते हैं तो शेरपा थोड़ा माउंटेन के रीजन में अडॉप्ट है, इसलिए शेरपा लोग थोड़ा अलग से होता है. और मैं इस रीजन में कैसे आया, पहले मैं नेपाल में
यूरोपियन लोग को गाइड करता था। बाद में मेरे को 2000 में मैं पोखरा गया। पोखरा में मैं एयरपोर्ट में बैठा था मेरा अपना क्लाइंट को पिकअप करने के लिए। वो समय में काठमांडू का एक एजेंट मिला। वो सब का पोखरा आया था एयरपोर्ट में, अकेला वो बैग उठाता था। मैंने उसको हेल्प किया। उसके बाद वो सर ने क्या बोला, तुम तिब्बत गया कि नहीं? मैं उससे पहले एक बार तिब्बत गया था कैलाश में। वो उसका नाम बोलता है सोनी ट्रैक। मैं उसके साथ एक बार गया था, यूरोपियन का साथ, इंडियन का साथ तो नहीं, यूरोपियन का साथ। वो मानसरोवर का पूरा परिक्रमा पैदल से किया हमने, 4 दिन में पैदल किया। और उसके बाद दार्चन भी पैदल ही किया। और दार्चन से पूरा परिक्रमा, कैलाश का पूरा परिक्रमा पैदल किया। उसके बाद फिर नंदी परिक्रमा किया। और उसके बाद मैंने छोड़ दिया था। फिर उस समय में वो सब ने क्या बोला, तिब्बत गया कि नहीं? तिब्बत मैंने किया है, एक बार किया है बोला। वो सबको भी, उन्होंने भी तिब्बत कैलाश करने का सोच रखा था। उसके बाद मुझे बोला काठमांडू आके मिलो। और मैं काठमांडू आ गया। आके ऑफिस में गया और सब ने बोला अमृत अधिकारी, सत्यम टूर्स बोलते हैं। पहले तो बहुत फेमस है, अभी भी है। सत्यम टूर्स का अमृत अधिकारी मिला। उसके अमृत अधिकारी ने मेरे को बोला काठमांडू में आओ, बात करते हैं हम तिब्बत के बारे में। उसके बाद मैं काठमांडू आया। मेरा काम ख़त्म होने के बाद मैं काठमांडू आया। उसके 2-3 दिन के बाद मैं ऑफिस में गया और बातचीत करके उसके बाद मैं अमृत अधिकारी सर से मिला। और अमृत अधिकारी सर ने मेरे को बोला तिब्बत का सब हैंडल आप करो। मैंने ओके बोला। और उसी साल में 2000 में हमने 2 बैच किया। पहले बैच हैदराबाद से था। वो लोग का 50 आदमी के ग्रुप लेके गए मैंने। उसमें ज़्यादा से बीमार हो गया था। उस समय में क्या है कि रोड अच्छा नहीं था। हम ये न्यानम से जाता था, कोदारी से उस समय में। लेकिन वो रास्ता पूरा क्या बोलता है, ऑफ रोड। इतना ख़राब था। हम न्यानम से सागा पहुँचते हम रात हो जाता था। और सागा से हमारा कैम्प होता था पोरेंग। अभी तो हम उस समय में 14 दिन का टूर करता था। कैलाश टूर जो 14 दिन का होता था, अभी तो बहुत आसान है। उस समय में मैंने 2000 से शुरू किया, 2013 तक एक सत्यम के साथ काम किया। और 2013 में फिर ये शिवम एक नया कंपनी खड़ा किया। वो नया कंपनी का फिर पहले हम दोस्त था, फिर उनने मेरे को इधर बुलाया। मैं और मेरा जो दोस्त लोग नीमा सब मैंने इधर ले आए। उधर में सब। अभी कितने साल से आप कर रहे हैं? मैं 2000 से शुरू किया मैंने। 2000 से कर रहे। कितना टीम को आप कैलाश लेके गए? गिनती तो नहीं है, 150 से ऊपर है, गिनती नहीं है। അത് അദ്ദേഹം ജനിക്കുന്നത് എവറസ്റ്റ് റീജിയനിലാണ്. നമുക്കറിയാം ഷെർപ്പകൾ എന്ന് പറയുമ്പോൾ അവർ നമ്മളെപ്പോലുള്ള മനുഷ്യരെ പോലെ കാണുന്നുണ്ടെങ്കിലും അവർ മലകൾക്ക് വേണ്ടി ജന്മമെടുത്തവരാണ് ഷെർപ്പകൾ. അപ്പോൾ ഉയർന്ന മലനിരകളിൽ അവരുടെ ശാരീരികക്ഷമത കൊണ്ട് നമുക്കുണ്ടാവുന്ന യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇല്ലാതെ പ്രവർത്തിക്കാൻ സാധിക്കുന്നവരാണ്. 3800 അടി ഉയരത്തിലുള്ള എവറസ്റ്റ് റീജിയനിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം ആദ്യം നേപ്പാളിൽ കാഠ്മണ്ഡുവിലാണ് വർക്ക് ചെയ്തിരുന്നത്. പിന്നെ യാദൃശ്ചികമായി കൈലാസ് യാത്രയിൽ ബന്ധപ്പെടുകയാണ്. ഇപ്പോൾ 100ഓ 250 പേര് വരുന്ന ടീമുകളെ മാനേജ് ചെയ്യാൻ അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടില്ല. ഒറ്റയ്ക്കാണ് മാനേജ് ചെയ്യുന്നത്. അത്തരത്തിൽ 150 പ്രാവശ്യങ്ങളും കൈലാസത്തിലേക്ക് ആൾക്കാരെ കൊണ്ടുപോവുകയും പരിക്രമണം ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. അതായത് 30 വർഷം 30 ദിവസമൊക്കെ എടുക്കുമായിരുന്ന യാത്രകളിൽ നിന്ന് മാറി ഇന്നത്തെ 14 ദിവസത്തെയും അല്ലെങ്കിൽ 9 ദിവസത്തെയും യാത്രകൾ വരെ എത്തുന്ന ലെവലിലേക്ക് അദ്ദേഹം ഈ മേഖലയിൽ പരിചിതനാണ്. अभी देखो मुझे पता है ये इधर के होने के बाद आप एवरेस्ट का काम करते हैं तो लगभग 9 महीने तक आप लगे रहते हैं. हाँ जी. और उसके बाद 3 महीने का टाइम आपको मिलता है. आप परिवार संभालते हैं. तो आपका घर के बारे में भी मुझे कुछ समझाए बता दीजिए क्योंकि आपके घर में कौन कौन है, वो क्या कर रहा है और आपका ज़िंदगी का गुजारा कैसे होता है. अभी मेरे घर में मैं और मेरा वाइफ है.
मेरे घर वाली, और मेरा एक बेटी और एक बेटा है। और बेटी अभी 27 साल का है, वो अभी लंदन में नर्स का कोर्स कर रहा है, और बेटा 21 साल का है, वो भी यूएस में वो भी नर्स का ही कोर्स कर रहा है। जो मैं इस टूरिज़्म सेक्टर में आके मेरे को थोड़ा काम करने का मौका मिला, और टूरिज़्म सेक्टर में जो बाहर के लोग से थोड़ा दोस्ती हो गया। उसके बाद मेरे थोड़ा आसानी हो गया, क्या कि वो लोग ने थोड़ा मेरे को हेल्प किया जो मेरे बच्चे को पढ़ाने के लिए। और उसके बाद हमारा अभी हम लोग काठमांडू में रहता है, वो मेरा घर वाले और मैं काठमांडू में रहता है अभी। और गांव में घर छोटा घर है, लेकिन मेरा बाबा मामा गुजर चुका है, अभी नहीं है। 4 साल हो गया। अभी हम सिर्फ मैं और मेरा घर वाले है काठमांडू में। तो एक बेटी यूके में है और बेटा യുഎസ് में. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നമ്മൾ ഈ കാണുന്ന 9 മാസത്തോളം മലകളുടെ മുകളിൽ കഠിനമായ ജോലിയാണ് അദ്ദേഹത്തിന്. ആ ജോലി കഴിഞ്ഞ് അദ്ദേഹം സമ്പാദിക്കുന്ന വീട്ടിലേക്ക് വേണ്ടി സമ്പാദിക്കുമ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഭാര്യയും, കാഠ്മണ്ഡുവിലുള്ള വീട്ടിൽ ഭാര്യ അദ്ദേഹം മാത്രമേ ഉള്ളൂ. 2 കുട്ടികളുണ്ട്. ഈ 2 കുട്ടികളും യുകെയിലും യുഎസിലും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പഴയ കാലത്തെ പോലെ ഞങ്ങൾ ചെയ്യുന്ന തൊഴിൽ തന്നെ ഞങ്ങളുടെ മക്കൾ ചെയ്യുന്നുള്ള നിലവാരത്തിൽ അല്ല അവർ ചിന്തിക്കുന്നത്. അവർക്ക് കുറേ കൂടി മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉണ്ടാവണം എന്നുള്ള രീതിയിലാണ് അവർ ചിന്തിക്കുന്നത്. അതനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. നമുക്ക് നോക്കുക, എത്രയോ കഷ്ടപ്പാടാണ് അവരുടെ ജോലി. സാധാരണ യാത്രക്കാർക്ക് വരുന്നവർക്ക് പോലും ഈ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതാണ്. ഇവരതേസമയം നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്തത്ര ഭാരം വഹിച്ചുകൊണ്ടാണ് ഓടുന്നത്. നമ്മളൊക്കെ 5 മണിക്ക് എണീക്കാൻ ബുദ്ധിമുട്ടുമ്പോൾ ഒരു 3 മണിക്ക് എഴുന്നേറ്റ് 5 മണിക്ക് നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. നമ്മളൊക്കെ 9 മണിക്ക് കിടന്നുറങ്ങുമ്പോൾ ഒരു 12 മണി വരെ രാത്രിയുടെ തയ്യാറെടുപ്പുകളായിരിക്കും. ഇതൊക്കെ കഴിഞ്ഞ് ഇത്രയൊക്കെ ചെയ്തിട്ട് അവരുണ്ടാക്കുന്നതിൽ നിന്ന് അവർ നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കണം. അപ്പോൾ വളരെ വളരെ പ്രചോദനകരമായ ഒരു ജീവിതമാണ് അവരുടെയൊക്കെ ശരിക്കും പറയുന്നത്. എല്ലാവരും യാത്ര തുടങ്ങിക്കഴിഞ്ഞതിനു ശേഷം ഏറ്റവും ഒടുവിൽ യാത്ര ആരംഭിക്കുകയും എന്നാൽ കഠിനമായ ഹിമാലയൻ പാതകൾ വളരെ വേഗത്തിൽ നടന്നു തീർത്ത് എല്ലാവർക്കും മുൻപേ ഫിനിഷിംഗ് പോയിന്റിൽ എത്തുന്ന അദ്ദേഹത്തിന്റെ വേഗതയും ഊർജവും ഞങ്ങളെ പലതവണ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയാം. എന്നും ഓർമ്മകളിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു മനുഷ്യനായി അദ്ദേഹം തുടരുമെന്നതും വലിയ ഉറപ്പ് തന്നെയാണ്. देखो, इसमें एक फ़र्क हमने देखा है कि हम सब इधर आते हैं कैलाश की तरफ आस्थे से. हाँ जी, हमारा आस्था है कैलाश, इसीलिए हम तीर्थ यात्रा करने के लिए आते हैं. हाँ जी, लेकिन आप कैलाश जाते हैं आपके काम के हिसाब से. हाँ जी. आपका काम करना है उधर, उसी लिए जाते हैं. तो फिर भी आपको कैलाश जाते वक्त कोई ऐसा एक्सपीरियंस है जिसमें आपको ये जो आस्था है हमारे अंदर, हाँ जी. उसका कोई महसूस हुआ है, या कोई ऐसा एक्सपीरियंस है यात्रा में? नहीं, ये तो मैं इतना किया, सब ऐसा महसूस होता है कि सब इतना ये क्या बोलता है धार्मिक का हिसाब से। अब हमारा बुद्धिस्ट का भी होता है, हम भी अभी काम तो किया है, लेकिन काम करने के प्लस हम भी तीर्थ यात्री का थोड़ा वो रखता है। हम जब भी हम कैलाश आते अच्छा, हैं, आप बुद्धिस्ट है? हाँ बुद्धिस्ट है, लेकिन आप लोगों को मालूम है ना, बुद्धिस्ट भी करता है ना। अभी देखो, ये सका दावा बोलता है, सका दावा में जितना भी आता है वहाँ पे सिर्फ बुद्धिस्ट लोग आता है। और अभी 2-3 दिन के लिए पूरा दूसरे टूरिज्म को सब बंद करके ये लोकल बुद्धिस्ट लोग को टाइम दे रहा है। इसलिए हम भी पूरा मन से भी महसूस करते हैं, पूरा और नौकरी भी चलते हैं थोड़ा। अब देखिए, और दूसरा कुछ ऐसा मुझे पूछना है कि आपको कोई बैच के साथ कुछ ऐसा अजीब सा एक्सपीरियंस है क्या जो आप अभी तक याद कर रहे हैं? अब मेरा 2-3 ऐसे केसेस हुआ था। एक बार क्या है कि लेके जाते जाते यात्री को लेके जाते जाते रास्ते में वो डेराफू के थोड़ा ऊपर उसका ध्यान हो गया। उसके ध्यान होने के बाद उसका बोरी नीचे लेने के लिए बहुत मुश्किल हो गया, हमको तकलीफ हो गया। क्या है कि पुलिस का इधर उधर सब पेपर मिलाने और डॉक्यूमेंट चेक करने में बहुत मुश्किल है चाइना के अंदर। और दूसरा बार दूसरे वो डोमाला के पास नीचे एक घोड़े से, वो मानना नहीं, घोड़े में जाएंगे बोला, लेकिन उस समय में सब इतना समझते नहीं थे, लेकिन घोड़े में बिठाया। थोड़ा सीधा रास्ता था वो जो बर्फ़ क्रॉस करने के नीचे, उसमें घोड़े में बिठाया। मैं घोड़े में जाऊँगी बोला, घोड़े में बिठाया, तो फिर तुरंत गिर गया वहीं पे। फिर वो भी एक एक्सीडेंट हो गया। अब उसके बाद लास्ट ईयर
जो मैं हाँ ये आपका बैच का साथ तो नहीं था, तीर्थ यात्री का साथ तो नहीं था, मेरा दूसरा ग्रुप था। उसके साथ गया और एक मैडम बीमार हो गया, गोरे में से गिर गया, लेकिन मैं दौड़ते दौड़ते उसके जाके उसके मैंने पिट्ठू में बिठा के लेके नीचे आके नीचे और एम्बुलेंस करके भेज दिया। उसका काठमांडू में आके ये एक पार्ट पूरा क्या बोलता है पैरालिसिस हो गया। അപ്പോൾ അദ്ദേഹം ഒരു ബുദ്ധമത വിശ്വാസിയാണ്. ബുദ്ധമതത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് കൈലാസം. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഓരോ യാത്രകളും ജോലി എന്നതിനേക്കാൾ ഉപരി ഒരു തീർത്ഥാടനം തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ 150ഓളം തവണ കൈലാസം പരിക്രമണം ചെയ്യാൻ സാധിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഇക്കണ്ട കാലത്തെ ഈ യാത്രകൾക്കിടയിൽ അദ്ദേഹത്തിന് 2 അനുഭവങ്ങളാണ് മറക്കാൻ പറ്റാത്തത്. ഒന്ന് ഡോൾമ പാസിൽ വെച്ചൊരു സ്ത്രീ മരണപ്പെട്ടതും, ഒന്ന് കഴിഞ്ഞ വർഷം മറ്റൊരു ബാച്ചിൻ്റെ കൂടെ പോകുന്ന സമയത്ത് ഒരു സ്ത്രീക്ക് പരിക്ക് പറ്റി. ആ പരിക്ക് പറ്റിയ സ്ത്രീയെ അവിടെ നിന്ന് അദ്ദേഹം തോളിലേറ്റിക്കൊണ്ട് താഴേക്കൊണ്ട്. ഇപ്പോൾ ഡോൾമ പാസ്സൊക്കെ നമുക്ക് നടന്നു കയറാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അത് ഒരു പക്ഷേ ഷെർപ്പയ്ക്കേ അത് സാധിക്കുള്ളൂ. അവിടെ നിന്നൊരു വ്യക്തിയെ തലയിൽ കയറ്റി ഏതാണ്ട് 10-60 കിലോ എങ്ങനെയായാലും ഉണ്ടാവും. അങ്ങനെ ഒരാളെ ഷോൾഡറിൽ വെച്ചുകൊണ്ട് താഴത്തേക്ക് കൊണ്ടുവരിക, എന്നിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോവുക. എന്നിട്ട് ആശുപത്രി കൊണ്ടുപോയിട്ടും അവർ ജീവൻ രക്ഷപ്പെട്ടു എന്നുണ്ടെങ്കിലും അവരൊരു ഒരു സൈഡ് മുഴുവൻ പാരലൈസ് ചെയ്യുന്നതാണ്. ഇങ്ങനെയുള്ള അനുഭവങ്ങളാണ് ആൾക്കുകൾ. अभी मैं कुछ पर्सनल क्वेश्चन पूछूंगा, क्योंकि अभी तीर्थ यात्रा आपके साथ काफ़ी टाइम से काम कर रहे हैं. तीर्थ यात्रा के बैच के साथ आपका क्या एक्सपीरियंस? तीर्थ यात्री का साथ मैंने देखा सब लोग कोऑपरेट करता है. जो अभी मैंने 2-3 बार किया था, लास्ट ईयर भी किया था, लेकिन इस साल का सबसे आसान इस बार हुआ, क्या कि कोई तीर्थ यात्री ने किसी ने भी कोई ऐसा लफड़ा नहीं किया. क्या है कि नहीं तो ये रूम के बारे में, ये कुछ खाने के बारे में रोज़ प्रॉब्लम आता था, लेकिन इस बार तीर्थ यात्री का जो कस्टमर है, जो हमारा तीर्थ यात्री लोग है, इतना समझदार है. सब एकदम 100% अच्छा लोग आ गया इस बार. मैंने देखा है कि किसी ने भी कोई भी किसी चीज़ के बारे में कोई भी इश्यू नहीं किया. ये सब आपके वजह से है. क्या है कि आपने समझा के आपने इतना अच्छा समझाता है. ऐसे किया तो हम सालों साल हम कर सकता है. തീർത്ഥയാത്രയെ പറ്റിയിട്ട് അദ്ദേഹത്തിന് നല്ല അഭിപ്രായമാണ് പറയാനുള്ളത്. നിങ്ങൾ കേട്ട് കാണും. അപ്പോൾ ആരും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല. പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ യാത്ര എന്താണെന്ന് നമ്മൾ അവർക്ക് പകർന്നു കൊടുക്കുന്നുണ്ട്. ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് സാധ്യമായ സ്ഥലങ്ങളിലെല്ലാം തന്നെ നല്ല ഹോട്ടൽസും നല്ല ഭക്ഷണം കൊടുക്കുന്നുണ്ട്. എന്നാൽ ചില ടെറൈനുകളിൽ, വളരെ ഹോസ്റ്റലായിട്ടുള്ള ടെറൈനുകളിൽ നമുക്ക് പല കേസുകളിലും വളരെയധികം പരിമിതികളുണ്ട്. ഈ പരിമിതികളിൽ കൂടിയാണ് ഈ തീർത്ഥാടനം നടക്കേണ്ടത് എന്നുള്ളത് കൃത്യമായി പറഞ്ഞു കൊടുത്തു വരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ തീർത്ഥയാത്രയുടെ യാത്രികരെ സംബന്ധിച്ചിടത്തോളം അവരതിൻ്റെ ആധ്യാത്മിക വശത്തേക്കാണ് കൂടുതൽ ഊന്നൽ കൊടുക്കാറ്. അപ്പോൾ ഇനിയും വർക്ക് ചെയ്യാം എന്നാണ്, കൂടുതൽ ഒരുമിച്ച് ചെയ്യാം എന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ശുഭകരമായ ഒരു സൂചനയാണത്. കാരണം അദ്ദേഹത്തെ പോലെ ഒരു ഗൈഡ് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ടിബറ്റിലും നേപ്പാളിലും ഒന്നും ഭയപ്പെടാനില്ല. അപ്പോൾ ആ अभी जो चैनल में जो भी दिखाएंगे वो शायद आप केरला गया है आपने कभी? नहीं गया. केरला में काफ़ी सारे लोग देखेंगे आपके बारे में, और काफ़ी सारे लोग आपको जानता भी रहेगा. आप काफ़ी साल से इधर कर रहे हैं और हर साल केरला से काफ़ी सारे लोग कैलाश यात्रा के लिए आते हैं. तो उन लोगों के लिए आपका चेहरा वो उधर का चैनल में देखना बहुत खुशी की बात होगा. और कभी कभी आप उधर आएंगे तो आपको लोग पहचान भी लेंगे. एक दिन जरूर आएंगे. जो हमारे तरफ से तीर्थ यात्रा टीम की तरफ से, केरला की साइड से और जन्म टीवी की तरफ से आपको बहुत शुक्रिया स्पष्ट करता हूँ. और आपको और मेरे तरफ से भी मैं आप लोगों का शुक्रगुजार हूँ कि आप लोग क्या है कि कैलाश आया तो हमको काम मिलता है. हमारा शेरपा टीम को जो आप लोगों से काम मिलता है, ये शेरपा टीम को अपना परिवार के लिए थोड़ा कुछ कर सकता है. इसलिए मैं भी शुक्रगुजार हूँ आपको. അടുത്തതായി ഈ യാത്രയിൽ ഞങ്ങളെ ഒരു തണൽ പോലെ നയിച്ച മറ്റൊരു പ്രിയപ്പെട്ട വ്യക്തിയുടെ വാക്കുകളാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നമ്മുടെ തീർത്ഥയാത്രാ ടീമിൻ്റെ ടീം ലീഡറായിട്ടുള്ള മുരളിച്ചേട്ടൻ. എപ്പോഴും ശാന്തമായ മുഖത്തോടും പുഞ്ചിരിയോടും മാത്രമാണ് അദ്ദേഹത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തിനും മുന്നിൽ നിൽക്കുന്ന കനിവുള്ള ഒരു നല്ല മനുഷ്യൻ എന്ന് പറയാം. 5 കൈലാസങ്ങളും സന്ദർശിച്ച, അതായത് പഞ്ചകൈലാസി എന്ന അപൂർവ പുണ്യം നേടിയ വ്യക്തി കൂടിയാണ് മുരളിച്ചേട്ടൻ. മുൻപുള്ള അധ്യായത്തിൽ അദ്ദേഹത്തിൻ്റെ
ചരൺ സ്പർശ് യാത്രയെക്കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ കൈലാസ തീർത്ഥാടനത്തെക്കുറിച്ചുള്ള മുരളിച്ചേട്ടൻ്റെ അനുഭവങ്ങൾ കൂടി നമുക്കൊന്ന് കേൾക്കാം. ഈ കൈലാസ യാത്രയിൽ നമ്മൾ ഒരുപാട് പേരെ പരിചയപ്പെട്ടു. അതിൽ ഒരുപാട് സ്വഭാവമുള്ള ഒരുപാട് മനുഷ്യരുണ്ട്. അതിൽ ഏറ്റവും ശാന്തനായി പരിചയപ്പെട്ട ഒരാളെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരുന്നത്, മുരളിയേട്ടൻ. മുരളിയേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു ഇത്തവണത്തെ കൈലാസ യാത്ര? ഇപ്രാവശ്യത്തെ കൈലാസ ഏറ്റവും മനോഹരമായിരുന്നു. കൂടാതെ എല്ലാവർക്കും നല്ല ദർശനം കിട്ടി. എല്ലാവരും നല്ല ആരോഗ്യത്തിൽ തിരിച്ചു വന്നു. ഒരു 90% ആൾക്കാർക്കും പ്രദക്ഷിണം ചെയ്യാൻ പറ്റി. അത് വലിയൊരു ഭാഗ്യമാണ്. അതെ, മുരളിയേട്ടനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് യാത്രകൾ നടത്തുന്ന ഒരാളാണ്, ഒരു യാത്രികനാണ്. പക്ഷെ ഇപ്പോൾ ഞങ്ങളുടെ ഒപ്പം യാത്ര ചെയ്ത ഒരു സംഘാടകൻ കൂടിയായിട്ടാണ്. എങ്ങനെയാണ് ഒരു യാത്രികനിൽ നിന്ന് ഒരു സംഘാടകനായി മാറിയത്? ഞാൻ കഴിഞ്ഞ 8-10 വർഷമായിട്ട് ഹിമാലയ യാത്രയിൽ മാത്രമായിരുന്നു. എല്ലാ മാസവും ഭാരതത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ, ഹിമാലയത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ഞാൻ പോകുമായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് 2022 മുതൽ തീർത്ഥയാത്രയുടെ മധുവെട്ട് കാണാനും പരിചയപ്പെടാനും സാധിച്ചത്. അതിൽ നിന്ന് മധു സാറിൻ്റെ ഒപ്പം കൂടുതൽ യാത്ര ചെയ്തു. അപ്പോൾ ഈ ഇപ്രാവശ്യ കൈലാസ യാത്രയിൽ അദ്ദേഹത്തിൻ്റെ ഒപ്പം പ്രവർത്തിക്കാൻ ഒരു സാഹചര്യം കിട്ടി. അങ്ങനെ വന്നതാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഹിമാലയത്തിൻ്റെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോയിട്ടുള്ള ഒരാളാണ്. ഹിമാലയത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാ? ഹിമാലയം കാശ്മീരി മുതൽ അരുണാചൽ പ്രദേശിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളും പോകാനുള്ള സാഹചര്യം കിട്ടിയിട്ടുണ്ട്. ഇതിൽ ഉത്തരാഖണ്ഡും ഹിമാചൽ പ്രദേശിലാണ് കൂടുതൽ പോകാറുള്ളത്. അവിടെ ഒരു സ്പെസിഫിക് സ്പോട്ട് ഉണ്ടോ? ഒരുപാട് എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും പറയില്ലേ, നമുക്ക് ടെൻഷൻ വരുമ്പോൾ, ഈ മനസ്സിനൊരു സങ്കടം വരുമ്പോഴൊക്കെ നമ്മൾ വണ്ടി എടുത്ത് യാത്ര പോകുന്ന ഒരുപാട് പേരുണ്ട്. എപ്പോഴും ബൈക്കിൽ കറങ്ങുന്ന ഒരാളല്ലേ മുരളിയേട്ടൻ. അപ്പോൾ മുരളിയേട്ടൻ അങ്ങനെ ഒരു സ്ഥലമുണ്ടോ? ഉത്തരാഖണ്ഡിൽ പോകാറുണ്ട്. പിന്നെ ഞാൻ പഞ്ചകൈലാസയാണ്. 5 കൈലാസങ്ങളും പോയി തീർന്നായിരുന്നു. ഇതിൽ ശ്രീഖണ്ഡും കിന്നരൊക്കെ വളരെ കഠിനമാണെങ്കിലും മനസ്സിന് സന്തോഷം തരുന്ന സ്ഥലങ്ങളാണ് അവർക്ക്. എങ്ങനെയാണ് പഞ്ചകൈലാസ യാത്രകൾ നടത്താം, അല്ലെങ്കിൽ കൈലാസത്തെ കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നത് എങ്ങനെയായിരിക്കും? തീർച്ചയായിട്ടും അത് MK രാമൻ സാറിൻ്റെ പുസ്തകങ്ങൾ വഴി തന്നെയാണ് അവിടെ കേൾക്കുന്നത്. അതിൽ നിന്ന് പ്രചോദനം കൊണ്ട് ആദ്യം ഒരു അറ്റംപ്റ്റ് ചെയ്തു. ആദ്യം ചെയ്തത് ആദികൈലാസത്തിലേക്ക്. അതൊരു ട്രൂപ്പായിട്ടാണ്, പാക്കേജ് ആയിട്ടാണ്. അതിനുശേഷമുള്ളതെല്ലാം പാക്കേജ് ഒഴിവാക്കി സ്വന്തമായിട്ട് 1-2 സുഹൃത്തുക്കൾ കൂടി ചേർന്ന് തുടങ്ങി. ഏറ്റവും അവസാനം കഴിഞ്ഞ വർഷമാണ് ഇവിടെ മാനസരോവറിൽ വന്നത്. ഇവിടെ രണ്ടാമത് വീണ്ടും വരാനുള്ള ഭാഗ്യമുണ്ടായി. എങ്ങനെയാണ് പഞ്ചകൈലാസി ആവുക എന്ന് പറയുന്നത്? എനിക്കൊരു ജീവിതത്തിൽ തന്നെ വലിയൊരു ഭാഗ്യമാണ്. കാരണം നമുക്ക് എല്ലാവർക്കും അത് സാധിക്കില്ല. ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ശ്രീകണ്ഠും കിന്നറൊക്കെ എത്തിപ്പെടുക എന്ന് പറയുന്നത് അത്രത്തോളം കഠിനമായ ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ആരോഗ്യം മാത്രം ഉണ്ടായാൽ പോരാ, ഭഗവാൻ വിളിക്കുക കൂടി വേണം എന്നുള്ളതല്ലേ? തീർച്ചയായിട്ടും എന്ന് വെച്ചാൽ നല്ല സൗഭാഗ്യം കിട്ടുന്ന ആൾക്കാർക്ക് കിട്ടുമെങ്കിലും, പലർക്കും ആ ഭാഗ്യങ്ങൾ കിട്ടുമെങ്കിലും, പക്ഷെ അത് പ്രാവർത്തികമാർക്കും പലരെ കൊണ്ട് പറ്റുന്നില്ല. എപ്പോഴാണ് ഏറ്റവും മനസ്സിൽ, അല്ലെങ്കിൽ എന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു നിമിഷം ഉണ്ടോ ഈ യാത്രകളിൽ? അല്ലെങ്കിൽ പരിചയപ്പെട്ട ഒരു വ്യക്തി ഉണ്ടോ ജീവിതത്തിൽ, എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ ആയിട്ടുള്ള? ഓരോ യാത്രയും ഓരോരോ അനുഭവങ്ങളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുക. ഇതിൽ ഞാൻ ഒട്ടുമിക്ക യാത്രകളും ഒരു 90% മുകളിലുള്ള യാത്ര ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോകാറുള്ളത്. അല്ലാത്തത് ഇതുപോലെ സാറിൻ്റെ ഒപ്പം അല്ലെങ്കിൽ മറ്റുള്ളവരോട് കൂട്ടി ചേർന്ന് യാത്ര ചെയ്യാറുണ്ട്. പക്ഷെ എന്നാലും ഒരു മോർ ദാൻ 90%യും ഞാൻ ഒറ്റയ്ക്കാണ് വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നാണ് നമുക്ക് കൂടുതൽ അറിവുകൾ കിട്ടുക. ഭഗവാനെ കുറിച്ച് കൂടുതൽ അറിയും തോറും എന്താ തോന്നുന്നത്? ഇപ്പോൾ പണ്ടത്തെ ആ ഒരു മാനസികാവസ്ഥയല്ല ഇപ്പോൾ. പണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഓരോ സ്ട്രെസ്സുകളും ഓരോ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് തകർന്നു പോകുമായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല. എന്ത് വന്നാലും നോ ഇഷ്യൂസ്, നോ വറീസ്. എന്നോട് അന്ന് പറഞ്ഞല്ലോ, എല്ലാത്തിൽ നിന്നും ഡിസ്കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ ഡിറ്റാച്ച്മെന്റ്. ഇപ്പം എന്താ വെച്ചാൽ എന്ത് സംഭവിച്ചാലും എനിക്കൊന്നുമില്ല. ആ ഒരു മാനസികാവസ്ഥയിലേക്ക് ഞാൻ മാറിക്കഴിഞ്ഞു. അതിനോട് ഒരു അവസരം ഉണ്ടാക്കി തന്നു. ഇപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞല്ലോ, യാത്രികനിൽ നിന്ന് സംഘാടകനായി മാറി. സംഘാടനം അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. കാരണം ഇപ്പൊ നമ്മൾ 89 പേരാണ് ഈ യാത്ര പോയത്. അപ്പോൾ ഈ 89 പേര് എന്ന് പറയുമ്പോൾ 89 സ്വഭാവമുള്ളവരാണ്. ഓരോരോ റീജിയനിൽ നിന്ന്, കേരളത്തിന്റെ പല ഭാഗമുണ്ട്, അതിൽ ഭാരതത്തിന്റെ പല ഭാഗമുണ്ട്, പുറത്തുനിന്ന് വന്നവരുണ്ട്. അപ്പൊ ഇവരൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകുമ്പോൾ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? ആദ്യം തന്നെ ഇവർ ഈ 89 വരെ 92 പേരുണ്ടായിരുന്നു. ഇവരെല്ലാവരും ഫോണിൽ ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളിലൊക്കെ അത് മനസ്സിലാക്കി ഇവരിൽ നിന്നുള്ള രേഖകൾ വാങ്ങിച്ചു. തീർച്ചയായിട്ടും വലിയ ടാസ്ക് തന്നെയായിരുന്നു.
അതിനുശേഷമുള്ള കാര്യത്തിന് ശേഷം യാത്രയിലേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവരെല്ലാം കൂട്ടം ഒരുമിച്ച് കൊണ്ടുപോവുക. ഇതിൽ മധുചേട്ടൻ്റെ ഗൈഡൻസ് വളരെ ഇമ്പോർട്ടൻസ് ആണ്. പിന്നെ എൻ്റെ യാത്ര ചെയ്യുന്നുള്ള പരിചയവും ഒരു ചെറിയൊരു ഘടകമായി. അത് ചെറിയൊരു ഘടകം മാത്രം, പക്ഷേ മധുചേട്ടൻ്റെ ആ ഒരു ഗൈഡൻസ് കൊണ്ടാണ് എനിക്ക് ഇത്രയും ചെയ്യാൻ പറ്റിയത്. അല്ല എത്രയൊക്കെ പാളിച്ചുകൾ പറ്റിയെന്ന് എനിക്കറിയില്ല. ഞങ്ങളൊക്കെ മുരളിയേട്ടനെ കാണുന്നതിന് മുന്നേ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും എനിക്കോട് ഈ യാത്രയ്ക്ക് വന്ന എല്ലാവരും മുരളിയേട്ടനോട് സംസാരിച്ചതിന് ശേഷമാണ് യാത്രയ്ക്ക് വന്നിട്ടുള്ളത്. അതെ. ഇത്രയും പേര് നമ്മൾ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ കയ്യിലുള്ള റിസ്ക് കൂടുതലാണ്. തീർച്ചയായിട്ടും. അതിനെങ്ങനെയാണ് നേരിടുന്നത്? അല്ല, അതിനാണ് ഈശ്വരാകടാക്ഷം. അത് ഈശ്വരാനുഗ്രഹം ഇല്ലെങ്കിൽ അതൊന്നും സംഭവിക്കില്ല. ഈ വന്ന ഇത്രയും പേര് നമ്മൾ പറയൂല്ലോ, ഒരു തീർത്ഥാടന യാത്ര നമ്മൾ നടത്തുന്നത് നമ്മുടെ പൂർവ്വജന്മത്തിലുള്ള ബന്ധുക്കളുമായിട്ടാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എല്ലാവരും ഒരു രീതിയിൽ കണക്റ്റഡ് ആണ് എന്നുള്ളത്. അതെ. ആ പറഞ്ഞത് തീർച്ചയായും സത്യം തന്നെയാണ്. ഹിമാലയൻ പ്രകൃതിയുടെ സ്നേഹവും നന്മയും നിറഞ്ഞു നിൽക്കുന്ന എത്ര മനോഹരമായ അനുഭവങ്ങളാണ് ഇരുവരും നമ്മളോട് പങ്കുവച്ചത്. നമുക്കറിയാം, അവരുടെ എല്ലാം ജീവിതത്തിലെ വലിയൊരു നാഴികക്കല്ല് തന്നെയാണ് കൈലാസം. അതെ, കൈലാസ തീർത്ഥം പരമ്പരയുടെ അടുത്ത എപ്പിസോഡിലും ഞങ്ങളോടൊപ്പം യാത്ര ചെയ്ത മറ്റൊരു പ്രിയപ്പെട്ട സഹയാത്രികന്റെ അവിസ്മരണീയമായ ആത്മീയ അനുഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്തേ.